ഹലോ, ഇന്ന് നമുക്ക് അടിപൊളി ഞണ്ട് കിട്ടി കേട്ടാ. എന്നാ പിന്നെ അമ്മക്കിന്ന് ഒരു ഫ്രൈ പോലെ ആക്കിയിട്ട് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഫ്രൈ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച്. എന്നാൽ പിന്നെ നമുക്ക് ഉണ്ടാക്കി കളിയല്ലേ. ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. എന്നാലേ നിങ്ങൾക്ക് എങ്ങനെയാണ് ഞണ്ട് ഫ്രൈ പോലത്തെ ഗ്രേവി ഉണ്ടാക്കാൻ പറ്റുകയെന്ന് കിട്ടുള്ളൂ കേട്ടാ. അപ്പം നമ്മൾ രണ്ട് കാലില്ലേ, വലിയ കാലാട്ടാ. ആ രണ്ട് വലിയ കാല് ആദ്യം തന്നെ എടുത്ത് മാറ്റണം. അത് നമുക്ക് ഉപയോഗിക്കാം. മറ്റു കാലുകളൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്നല്ലേ, ആ കാലുകളെല്ലാം എന്താ പറയുക, അതിൻ്റെ ഉള്ളിലൊന്നും തന്നെ ഇറച്ചി ഉണ്ടാവില്ല. അപ്പം നമ്മൾ എന്തോണി എടുക്കുക, ഇങ്ങനെ പൊട്ടിച്ച് മാറ്റണം കേട്ടാ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂല നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ലേ. എനിക്ക് മീനൊന്നും ഇഷ്ടമല്ല കേട്ടാ. പക്ഷേ ഈ ഞണ്ട്, കൊഞ്ചന്, പിന്നെ നമ്മളെ നങ്ക് പൊരിച്ചത് കേട്ടാ, ഇത് മാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കൂന്തൽ ഇഷ്ടമല്ലാത്തൊരാരാളല്ലേ. അങ്ങനത്തെ സാധനങ്ങളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടാ. പക്ഷെ മീൻ ഞാൻ സ്വതവേ കൂട്ടാറില്ല കേട്ടാ. അപ്പോൾ നമ്മൾ മേലത്തെ തോല് നല്ലപോലെ പോക്കി അതിൻ്റെ ഉള്ളിലത്തെ ഇതുപോലത്തെ സാധനങ്ങളെല്ലാം ഇല്ല, ഇതെല്ലാം നല്ലോണം നീക്കം ചെയ്ത് കൊടുക്കണേ. എല്ലാണ്ട് ഞണ്ട് എടുക്കറ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ചെമ്പ് അടുപ്പത്ത് വെച്ച് ഒരു പാത്രം കേട്ടോ, ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 സ്പൂണ് വെളിച്ചെണ്ണ വാർന്ന്, ഒരു 3 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ നമ്മളെ പച്ചമുളക് ഒരു 2 എണ്ണം മതി കേട്ടോ. 2 പച്ചമുളകും കൂടി ചതച്ചെടുത്തത് എല്ലാ പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് നല്ലവണ്ണം പച്ചമണം മാറ്റിയെടുക്കണം കേട്ടോ. പച്ചമണം മാറി വന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റിലേക്ക് നമ്മളെ അരിഞ്ഞു വെച്ചിരിക്കുന്ന 4 സവാളയാണ് നമ്മളിവിടെ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ 4 സവാളയും കുറച്ച് ഉപ്പിട്ട് നല്ല പോലെ വഴറ്റി ഇങ്ങെടുക്കണം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നല്ലോണം ഉള്ളി വഴണ്ട് വന്നാൽ നമ്മളെ തക്കാളി ചേർക്കണം കേട്ടോ. തക്കാളി എത്രയാണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ഒരു 3 മീഡിയം സൈസ് തക്കാളിയാണ്. ഒരു 3 മീഡിയം സൈസ് തക്കാളിയും കൂടി ചേർത്ത് നല്ല പോലെ ഇളക്കി മിക്സാക്കി എടുക്കണം. ഈ തക്കാളി നല്ലോണം വെന്തൊടയണേ. അന്നേരം നമുക്ക് പൊടികൾ ചേർക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് മുളക് പൊടി. അതായത് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നമുക്ക് 1/2 സ്പൂൺ വരെ ചേർക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടി ചിക്കൻ മസാല ഒരു 2-3 സ്പൂണ് ചിക്കൻ മസാലപ്പൊടി ഇട്ട് നല്ല പോലെ ഇളക്കി ഇതിൻ്റെ പച്ചമണമെല്ലാം നല്ലോണം മാറ്റിയെടുക്കണം കേട്ടോ. അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച് കഴുകി വെച്ചിരിക്കുന്ന നമ്മളെ ഞണ്ടില്ലേ, ആ ഞണ്ടൂടെ ചേർത്ത് നല്ല പോലെ ഇളക്കി മറിച്ച് കുഴച്ച് തിരിച്ചിങ്ങെടുക്കണം കേട്ടോ. ഇങ്ങനെ നല്ല പോലെ എല്ലാടി എത്തുന്ന തരത്തിൽ നമ്മളെ മസാലകൾ എല്ലാടി എത്തുന്ന തരത്തിൽ നല്ലോണം കുഴച്ച് മറിച്ചെടുക്കണേ. പിന്നെ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ചുറ്റുള്ളിയും ചതച്ച് പാത്രമില്ലേ, മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളവും പാർന്ന് അത് കഴുകിയെടുത്ത്, പിന്നെ 1 ഗ്ലാസ് വെള്ളവും പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് നമ്മളെ ഞണ്ട് നല്ല പോലെ തിളപ്പിച്ചെടുക്കണം. അടിപൊളി, എന്തൊരു ടേസ്റ്റാ കാണാൻ തന്നെ. അതിൻ്റെ ഒരു മണം വരുന്നുണ്ട് കേട്ടാ. പൊളി. അപ്പം നമ്മൾ ആ സമയത്ത് ഒരു മല്ലിച്ചപ്പ്, ഒരു പിടി മല്ലിച്ചപ്പ് കൂടെ ചേർത്ത്, പിന്നെ ഉപ്പുണ്ടോ നോക്കണേ ഈ സമയം. ഉപ്പ് ആവശ്യത്തിന് ചേർക്കാൻ മറക്കണ്ട കേട്ടാ. അങ്ങനെ ഉപ്പും ചേർത്ത് മല്ലിച്ചപ്പ് ഇട്ട് നല്ല പോലെ ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഞണ്ട് കുക്ക് ചെയ്ത് ഇങ്ങനത്തെ അടിപൊളി ഞണ്ട് കറി ഇവിടെ സെറ്റായി വരും. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഇങ്ങനത്തെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നാളെയും വരും.